വയനാട്ടിൽ വലിയ തരത്തിലുള്ള പോളിംഗിൽ ഇടിവ് വന്നിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട കണക്കുകളാണ് ഇപ്പോൾ അനൂപ് നൽകുന്നത്. നിലവിൽ കഴിഞ്ഞ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2019 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 11% കുറവ് വന്നിട്ടുണ്ട്. ഏറ്റവും ഇപ്പോൾ പുതിയ കണക്കുകൾ പ്രകാരം വയനാട്ടിൽ ഏറ്റവും കുറവ് പോളിംഗ് നടന്നിരിക്കുന്നത് മാനന്തവാടിയിലാണ്, 61.83%. കൂടുതൽ പോളിംഗ് നടന്നിരിക്കുന്നത് ഏറനാട്ടിലുമാണ്, 67.31%. ഈ കണക്കുകൾ അല്പം കൂടി കഴിയുമ്പോൾ ഔദ്യോഗികമായ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ കണക്കുകൾ കൂടി പുറത്ത് വരേണ്ടതുണ്ട്. ഏതായാലും 2019 നിന്ന് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ തന്നെ 11% കുറവ് വന്നിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ഇപ്പോൾ അനൂപ് ചേരുകയാണ്. അനൂപ്, വയനാട്ടിലെ ഈ പോളിംഗ് ശതമാനം എന്താണ് സൂചിപ്പിക്കുന്നത്? കണക്കുകൾ വെച്ച് നമുക്ക് കാര്യങ്ങൾ വിശദീകരിക്കാം. വയനാട്ടിൽ പോളിംഗ് ശതമാനത്തിൽ വലിയ കുറവാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഏറ്റവും ഒടുവിലെ കണക്കുകൾ പുറത്തു വരുമ്പോൾ 64.27% ഉള്ളതാണ്. അങ്ങനെയെങ്കിൽ കഴിഞ്ഞ തവണത്തെ 2024 ഏപ്രിലിലെ തെരഞ്ഞെടുപ്പ് ഫല പോളിംഗ് ശതമാനം കണക്കാക്കുമ്പോൾ ഏതാണ്ട് 10% കുറവ് രേഖപ്പെടുത്തി എന്ന് വേണം മനസ്സിലാക്കാൻ. കഴിഞ്ഞ തവണത്തെ പോളിംഗ് ശതമാനം 74.74% എന്ന നിലയിലായിരുന്നു. ഏറ്റവും കുറവ് പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇപ്പോൾ മാനന്തവാടിയിലാണ്, 63.48%. വണ്ടൂരാണ് ഏറ്റവും കുറവ് പോളിംഗ്, 64.01%. ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഏറനാടാണ്, 68.97%. കൽപ്പറ്റയിലും ഉയർന്ന പോളിംഗ് രേഖപ്പെടുത്തി 65%. ഇതാണ് ഒരു പോളിംഗ് നിരക്ക്. അതേസമയം 2019 പോളിംഗ് നിരക്കുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വലിയ തോതിലുള്ള കുറവ് ഇത്തവണയുണ്ടായി. 2019 രാഹുൽ ഗാന്ധി ആദ്യം മത്സരിക്കാൻ എത്തുമ്പോൾ 80% പോളിംഗ്. 2024 ഏപ്രിൽ ആവട്ടെ 74.74%. ഇപ്പോൾ ഒടുവിലെ കണക്കുകൾ പ്രകാരം 2024 നവംബർ ഈ തെരഞ്ഞെടുപ്പിൽ ഉപതെരഞ്ഞെടുപ്പിൽ നാം കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഏറ്റവും ഒടുവിൽ ഇതുവരെ 6:20 വരെ ഉള്ള ഒരു സമയത്തിൽ നാം പരിശോധിക്കുമ്പോൾ 64.02%. ഈ വിധത്തിലാണ് കണക്ക്. അങ്ങനെയെങ്കിൽ ഈ ഒരു ക്രമാതീതമായ ഒരു പോളിംഗ് ശതമാനത്തിലെ കുറവ് വയനാട്ടിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളുടെ ഒരു ചരിത്രം മനസ്സിലാക്കുമ്പോൾ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. മണ്ഡലാടിസ്ഥാനത്തിലും ഈ പോളിംഗ് ശതമാനത്തിലെ കുറവ് വളരെയധികം പ്രകടമാണ്. ഓരോ മണ്ഡലത്തിലും ഏതാണ്ട് 10% പോളിംഗ് ശതമാനം കുറഞ്ഞിട്ടുണ്ട് എന്നതാണ് നാം മനസ്സിലാക്കുന്നത്. 2019 ബത്തേരിയിലെല്ലാം 81.91% 2019 ഉണ്ടായിരുന്നു. 2024 ഏപ്രിലിൽ 72.52 കുറഞ്ഞു. ഇത്തവണ അത് 62.10. അങ്ങനെയെങ്കിൽ ഓരോ മണ്ഡലത്തിൽ വെച്ച് പരിശോധിക്കുകയാണെങ്കിലും പോളിംഗ് ശതമാനത്തിൽ വലിയൊരു ഇടിവാണ് പ്രധാനമായി രേഖപ്പെടുത്തിയത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നേരത്തെ തന്നെ പോളിംഗ് ശതമാനത്തിൽ ഈ ഉപതെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ അതിന് കുറവുണ്ടാവും എന്നുള്ളത് തരത്തിൽ ജില്ലാ ഭരണകൂടം ഉൾപ്പെടെ വിലയിരുത്തൽ നടത്തിയത്. അതിന്റെ അടിസ്ഥാനത്തിൽ മുന്നണികളോട് പരമാവധി വോട്ടർമാരെ ഈ ബൂത്തുകളിൽ എത്തിക്കണം എന്നൊരു നിർദ്ദേശം വരെ ജില്ലാ ഭരണകൂടം നൽകുകയുണ്ടായി. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന് ശേഷം പൊതുവിൽ ഈ വോട്ടർമാർ മണ്ഡലത്തിൽ അല്ലെങ്കിൽ പോളിംഗ് ബൂത്തുകളിലെത്താൻ വിമുഖത കാണിക്കും എന്നുള്ളൊരു ആശങ്ക ആ ഘട്ടത്തിൽ പ്രകടമായിരുന്നു. അത് മാത്രമല്ല പലവിധ രാഷ്ട്രീയ കാരണങ്ങളും ഇതിൽ പോളിംഗ് ശതമാനം വലിയ തോതിൽ താഴുന്നതിന് കാരണമായി എന്നാണ് പൊതുവിൽ നിരീക്ഷിക്കപ്പെടുന്നത്. അല്പസമയത്തിനകം സത്യൻ മൊകേരി ഉൾപ്പെടെയുള്ളവർ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദീകരണം നൽകും. ഏതായാലും ശക്തമായൊരു രാഷ്ട്രീയ പ്രചരണ പരിപാടികൾ നടന്നതെങ്കിലും പല മേഖലകളിലും അത് പ്രതിഫലിച്ചില്ല എന്നത് വേണം നമുക്ക് മനസ്സിലാക്കാൻ. പ്രത്യേകിച്ച് പൊതുവിൽ വോട്ടർമാരുടെ ഭാഗത്തു നിന്ന് പോളിംഗ് ബൂത്തുകളിലേക്ക് എത്താൻ ഒരു നിർദ്ദ രാവിലെ തന്നെ ദൃശ്യമായിരുന്നു. എന്നാൽ ഉച്ചയ്ക്ക് ശേഷം ആ പോളിംഗ് ശതമാനത്തിൽ വലിയ രീതിയിലൊരു ഉയർച്ച ഉണ്ടാവുമെന്ന് നാം പ്രതീക്ഷിച്ചതാണ്. ഉച്ചയ്ക്ക് ശേഷം പല ബൂത്തുകളിലും നീണ്ട നിര കാണാമായിരുന്നു. പ്രത്യേകിച്ച് തോട്ടം, ആദിവാസി മേഖലകളിലെല്ലാം തന്നെ മുന്നണികളുടെ സജീവമായ പ്രവർത്തനം വോട്ടർമാരെ ബൂത്തുകളിൽ എത്തിക്കാൻ ഉണ്ടായി. ആദ്യഗതിയിൽ ഒരു മന്ദഗതി കൂടി കണക്കിലെടുത്തായിരുന്നു അത്. ഏതായാലും ഉച്ചയ്ക്ക് ശേഷം പോളിംഗ് ശതമാനം ക്രമേണ ഉയർന്നു വരുന്നൊരു സ്വഭാവം കാണിക്കുകയും ചെയ്തു. എന്നാൽ പിന്നീട് വൈകിട്ടോടുകൂടി മിക്ക ബൂത്തുകളിലേക്കും ആള് എത്താത്തൊരു സാഹചര്യവും ഉണ്ടായിരുന്നു. ഏതായാലും അടിച്ചേൽപ്പിക്കപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് വയനാട് ഇത്തരം തെരഞ്ഞെടുപ്പിലേക്ക് നിർബന്ധിതമാക്കപ്പെട്ട സാഹചര്യം ഉൾപ്പെടെ ഇതിന് ഘടകങ്ങളായിട്ടുണ്ട് എന്നത് വേണം നമുക്ക് മനസ്സിലാക്കാൻ. വലിയ രാഷ്ട്രീയ പോരാട്ടം
നടക്കുന്ന അല്ലെങ്കിൽ ശരി, അനൂപാണ് വയനാട്ടിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. വയനാട്ടിൽ വലിയ തരത്തിലുള്ള പോളിംഗ് ശതമാനത്തിൽ ഇടിവ് വന്നിട്ടുണ്ട്. 2019 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടിവുണ്ടായി. അതിലും കുറവാണ് ഇപ്പോൾ ഈ ഉപതെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് അനൂപ് പങ്കുവച്ചത്.